മിഅ്റാജ് സ്വപ്നമായിരുന്നു എന്നാണ് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ഭുതം തോന്നിയിട്ടുണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോയിട്ടില്ല, അങ്ങനെ സംഭവിച്ചത് സ്വപ്നമാണ്. നീ വീട്ടിൽ കിടന്നുകൊണ്ട് സ്വപ്നം കാണുന്ന പോലെ അള്ളാന്റെ ഹബീബ് കേവലം ആകാശങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുക എന്ന ഒരു സ്വപ്നം കാണുക എന്ന ലാഘവത്തോടു കൂടി പറയാൻ എങ്ങനെ സാധിക്കുന്നു സഹോദരങ്ങളെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് മദീനയുടെ മുറ്റത്ത് ഹബീബിന്റെ ചാരത്ത് കിടക്കുന്നു എന്നറിയോ? എന്തുകൊണ്ട് കിടക്കുന്നു എന്നറിയോ? വന്നു പറഞ്ഞപ്പോൾ തന്നെ അബൂബക്കറെ, ഞാൻ ഇന്നലെ 7 ആകാശങ്ങൾ കടന്നുപോയി സ്വർഗം കണ്ടു, നരകം കണ്ടു, ഒരൊറ്റ രാത്രിയിലെ ചില മണിക്കൂർ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിശ്വസിക്കുകയാ. ആ പദവിയില്ലേ ലോകത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമല്ല കൊടുത്ത പദവിയാണ്, പവറാണ്. നമ്മൾ വിശ്വസിക്കണം. ബുദ്ധിയും വിവേകവും കൂടിപ്പോയത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുറംകാലുകൊണ്ട് വലിച്ചെറിയുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസം കൂടുതലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എന്നൊക്കെ എനിക്കറിയാം. ചില വിദ്യാഭ്യാസമൊക്കെ കൂടുതലാണ്. മുസ്ലിയാക്കന്മാർക്കൊന്നും വിവരമില്ല, ബോധമില്ല, അവർക്കൊന്നും അറിവില്ല, അവർക്കൊന്നും അതിനോട് താല്പര്യം ആ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് ഒതുങ്ങി നിൽക്കുക എന്നതല്ലാതെ ഉസ്താദുമാർക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ചില ചെറുപ്പക്കാരെ ഇങ്ങനെ വശംബദരാക്കി മാറ്റാൻ ചില വ്യക്തികൾ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അവരെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഹബീബിനെ കയറ്റാൻ പോവാണ്. ഇറക്കി വെക്കണം, ഉള്ളിലുള്ളവരെയൊക്കെ ഇറക്കി വെക്കണം. ഇറങ്ങാത്തവരുണ്ടെങ്കിൽ അടിച്ചിറക്കി മാറ്റി വെക്കണം. അതിന് സാധിക്കണം. ഇത് ഉറപ്പായ കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഹബീബ് മനസ്സിലേക്ക് കടക്കൂല. ആരൊക്കെ ഉണ്ടെങ്കിലും, നിന്റെ ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ, അവരൊക്കെ മാറ്റി വെക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിന്റെ ഉമ്മയെക്കാളും നിന്റെ ഉപ്പയെക്കാളും നിന്റെ മക്കളെക്കാളും വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും നിന്റെ മനസ്സിന് അല്ലാഹുവിന്റെ ഹബീബ് കീഴടക്കുന്നത് വരെ നീ വിശ്വാസിയല്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആരൊക്കെ കീഴടക്കിയാലും. കോഴിക്കോട് ജില്ലയിലെ കലാമത്സരം കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല മാർക്കോട് കൂടി പാസ്സായ പെൺകുട്ടിയുടെ ഉമ്മയെ ചാനലുകാരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ മോളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭാവിയിൽ ആരാക്കണം? തല പകുതി മറച്ച, എന്നതാണല്ലോ പുതിയ സ്റ്റൈൽ. തല ഇങ്ങനെ പകുതി മറയ്ക്കും. 21-ാം തീയതി കൊട്ടിക്കുളത്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണം. നല്ല മൈക്ക് സെറ്റൊക്കെ കൊട്ടിക്കുളംകാരെടുത്ത് വെക്കണം, അല്ലെങ്കിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ, ഞാൻ പറയത്തില്ല. സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്നതാണ് വിഷയം. അവിടെ പറയുന്നുണ്ട്, തട്ടത്തി മറയത്തും പകുതി മറച്ചതും മറയാത്തതും ഒക്കെ പറയുന്നുണ്ട്. പകുതി ഇങ്ങനെ മറച്ച്, ഇന്ന് പുതിയ സ്റ്റൈൽ അതാണ്. പകുതി മറയ്ക്കുക. തലയുടെ തട്ടം ഇങ്ങനെ പകുതി എടുത്ത് ഇങ്ങനെ ഇടുക. മക്കാമിന്റെ മുമ്പിൽ വന്നാലും, ആണ്ട് നേർച്ചയ്ക്ക് പോയാലും, ഉറൂസിന് പോയാലും, എവിടെ പോയാലും തല ഇങ്ങനെ പകുതി ഇങ്ങനെ മറച്ചു വെക്കുക. അതൊരു പുതിയ സ്റ്റൈലാണ്. അങ്ങനെ പകുതി മറച്ചുകൊണ്ട് ചാനലുകാരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ചുണ്ടു ചുമപ്പിച്ച് വെച്ചിരിക്കുന്ന മുസ്ലിം പെണ്ണിനോട് ചാനലുകാര് ചോദിക്കുകയാണ്, നിങ്ങളുടെ മോളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോൾ ആ മുസ്ലിം പെണ്ണ് കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം തള്ള പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്റെ പൊന്നുമോളെ എനിക്ക് സിനിമാ നടിയാക്കണമെന്നാണ്. തലയിൽ തട്ടമിട്ട 41 വയസ്സിനകത്ത് പ്രായമുള്ള മുസ്ലിം ഉമ്മ പറഞ്ഞത് കണ്ടു. എന്റെ പൊന്നുമോളെ എനിക്ക് സിനിമാ നടിയാക്കണമെന്നാണ്. എവിടെ എത്തി നിൽക്കുകയാ സമുദായമേ? നമ്മുടെ മനസ്സിനെ ആരാ കൊണ്ടുപോയത്? ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടാനുള്ള 3 തുണ്ട് വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞ് അള്ളാഹുവിന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ മനസ്സിന്റെ അകത്ത് കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന ശൈത്താൻ പടയല്ലാതെ ആരാ ഈ സമുദായത്തിന്റെ കൂടെ മണ്ണറക്കൂടിലേക്ക് കടന്നു വരുന്നത്? മാലിക് ദിനാർ മഖാമിന്റെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരങ്ങളോട് പറയുകയാ, വിട്ടുകൊടുക്കല്ല മോനെ. നമ്മുടെ മനസ്സ് വേറെ ഒരാൾക്കും വിട്ടുകൊടുക്കല്ല മോനെ. നിന്റെ ഉമ്മ ഭിന്നയാ, നിന്റെ ഉപ്പ ഭിന്നയാ, നിന്റെ ഭാര്യ ഭിന്നയാ, നിന്റെ മക്കള് ഭിന്നയാ. ആദ്യമായി കടന്നു വരേണ്ടതാരാ?
അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ അല്ലാഹു പറഞ്ഞുവിട്ട ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരിക്കണം ഒന്നാമത്തെ സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, കാമുകന്മാരെ മനസ്സിൽ നിന്ന് വലിച്ചെറിയുക, ഇഷ്ടദാനങ്ങളെ മനസ്സിൽ നിന്ന് വലിച്ചെറിയുക. സയ്യിദന്മാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഹ്ലു ബൈത്തിന്റെ രാജകുമാരന്മാരുടെ മനസ്സിന്റെ പ്രേമത്തിലൂടെ, അടുപ്പത്തിലൂടെ, അതിർപ്പത്തിലൂടെ, അഴകിലൂടെ, ആത്മീയതയിലൂടെ മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പറന്നെത്തുക. അതിനു വേണ്ടിയിട്ടാ പറയുന്നത്, സർവ്വതും മാറ്റിവെക്കുക. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ഉമ്മയെയാണ്. എന്നാൽ ആ ഉമ്മയെക്കാളും അന്ത ഉമ്മുന്നം മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മ കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, ഉപ്പ കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, ലോകത്ത് ആരും കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ ഏറ്റവും വലിയ സ്നേഹം കൊടുത്ത അള്ളാന്റെ ഹബീബിന് മനസ്സിലേക്ക് ഒന്നാമത് സ്ഥാനം കൊടുക്കുക. അങ്ങനെ സ്ഥാനം കൊടുക്കുമ്പോ ഹബീബിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സ് വേദനിക്കണം ചെറുപ്പക്കാരാ. അള്ളാന്റെ ഹബീബിനെതിരെ കാട്ടൂരുണ്ടാകയിട്ട് മനസ്സിലുണ്ടോ ചെറുപ്പക്കാരാ? പ്രവാചകനെതിരെ സിനിമ പഠിച്ചിട്ട് മനസ്സിലുണ്ടോ ചെറുപ്പക്കാരാ? അള്ളാന്റെ റസൂൽ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞ് കാസർഗോഡ് ജില്ലയുടെ വഴിയോരങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗം നടത്തിയപ്പോ മനസ്സിലുണ്ടോ ചെറുപ്പക്കാരാ? അവറ്റകളുടെ മുമ്പ് പോയി ചാരുകസേരയിൽ റോഡിൽ പെട്ടുന്ന താടിയും വളർത്തി താടി പിടലിക്കൊണ്ടിരുന്നത് കേട്ടുകൊണ്ട് കൈയടിച്ചുകൊണ്ട് ഇതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻവാദയുടെ മുമ്പ് നിന്ന് എഴുന്നേറ്റ് പോകാനല്ലാതെ ഈ സമുദായത്തിന്റെ മനസ്സിന്റെ അകത്ത് സങ്കടം വന്നിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോ വേദനിക്കണമെടാ. പൊന്നാര നബിതങ്ങളെ കുറിച്ച് ആക്ഷേപിക്കുമ്പോ കൽബ് നോവണമെടാ. അവിടെയാണ് പ്രവാചക പ്രേമത്തിന്റെ പ്രോജ്വല പ്രഭ ഈ സമുദായത്തിന്റെ മനസ്സിനെ കീഴടക്കുന്നതെപ്പോഴാ? അതിനുള്ള ഒരു ശ്രമമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നടത്തുന്നത്. ഇവിടെ പ്രവാചകനെതിരെ നോട്ടീസ് കണ്ടാലും കത്തിച്ചു കളയുക. ഇതൊരു ആവേശത്തിന് വേണ്ടി പറയുന്നതല്ല, ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. അതുപോലും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാ? ഡൽഹിയുടെ തെരുവോരത്ത് ഓടുന്ന ബസിന്റെ അകത്തിരുന്ന് വലിച്ചെറിയപ്പെട്ട പെൺകുട്ടിയുടെ കുടലുമാലയില്ലേ? ആ കുടലുമാല പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാന്റെ ഹബീബിന്റെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ചോരയുടെ മണം മാറാതെ കൊണ്ടുവന്നടക്കിയിരിക്കുന്ന, ചോരയുടെ മണം മാറാതെ കൊണ്ടുവന്ന് കുളിച്ചുകൂടിയിരിക്കുന്ന പെൺകുട്ടികളുടെ ശരീരത്തിലേക്ക് അള്ളാന്റെ റസൂല് മണ്ണ് വാരിയിടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ മണ്ണ് കയ്യിൽ വാരി വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറഞ്ഞതെന്താ? ഈ പെണ്ണിനെ ആരെങ്കിലും പോറ്റി വളർത്തിയാൽ ആ പെൺകുട്ടിക്ക് പകരമായ അല്ലാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞെങ്കിൽ ഡൽഹിയുടെ തിരുവോരത്ത് വലിച്ചെറിയപ്പെട്ട പെൺകുട്ടികളുടെ ആത്മാവ് എന്റെ പ്രിയമുള്ളവരെ, ഈ സമുദായത്തിന്റെ രക്ഷകർത്താക്കളെ ശപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്നറിയോ? പഠിച്ചാ പോലെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നായകന്റെ വിപ്ലവ പ്രഖ്യാപനങ്ങൾ, ആദർശങ്ങള് ലോകത്തോടെ പറഞ്ഞു കൊടുക്കാ എന്റെ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം കേട്ടോ. ഒരു നബിദിനമാകുമ്പോ ഒരു പഴക്കുലയും എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു തക്ബീർ വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ പ്രേമ അവസാനിപ്പിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ നിന്ന് സിനിമാതന്മാരെ വലിച്ചെറിയുക. അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയുക. ഒരുപാട് നാളുകൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയുടെ പരിസരത്തൂടെ കടന്നു വരുമ്പോ ഒരുപാട് സിനിമാതന്മാരുടെ പോസ്റ്ററുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂറുകണക്കാർ ചെറുപ്പക്കാരുടെ പേരെഴുതി വെച്ച, മൊബൈൽ നമ്പർ എഴുതി വെച്ച ഒരുപാട് ബോർഡുകൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നതില്ല, ഇന്നത് കുറഞ്ഞുകൊണ്ട് വരിക. അങ്ങനെ വരട്ടെ ചെറുപ്പക്കാരാ, ആവേശത്തോടെ മദീനയുടെ മണവാളനെ മനസ്സിലേറ്റ എല്ലാ ഇഷ്ടങ്ങളും, എല്ലാ സംഭവങ്ങളും, എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പടക്കുതിരകളെ പോലെ എങ്ങത്ത് വരിക. അല്ലാഹു ആ പ്രവാചകനെ മനസ്സിലേക്ക് ഉറപ്പിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ.